ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയുന്നില്ല, അവർ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് അറിയുന്നില്ല. ഇതൊരു അങ്ങനെ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനിൽ പഠിക്കേണ്ട ഒരു സംഭവമല്ല. ഇപ്പോൾ എവിടെ നോക്കിയാലും എല്ലാവരും ടൂൾസ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലേ. ഫ്രീ കോഴ്സസും യൂട്യൂബ് ട്യൂട്ടോറിയൽസും പിന്നെ ചീപ്പർ കോഴ്സസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാർവലക്സ് അക്കാഡമി എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? റൈറ്റ് ക്വസ്റ്റ്യൻ. പവിത്ര കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. മോഹൻലാലിൻ്റെ ഒരു പഴയ പടമുണ്ട്, ബോയിങ് ബോയിങ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോയിൽ കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് കേട്ട് മോഹൻലാൽ ഒരു ചിക്കൻ കറി വെക്കുന്നതാണ്. അതിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാലേ. അതേപോലെയാണ് ഇപ്പോഴത്തെ പല കോഴ്സുകളും. അതായത് ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോലെയാണ്, വൺ സൈഡ് കമ്മ്യൂണിക്കേഷൻ. അവരവിടെ നിന്ന് പറയുന്നു, നമ്മളത് ചെയ്യുന്നു, നമ്മളത് ആ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയുന്നില്ല, അവർ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് അറിയുന്നില്ല. ഇതൊരു അങ്ങനെ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനിൽ പഠിക്കേണ്ട ഒരു സംഭവമല്ല ഒരു ക്രിയേറ്റീവ് കോഴ്സ് എന്ന് പറയുന്നത്. ഇത് മെന്ററുമായിട്ടുള്ള ഒരു ക്ലോസ്ലി വർക്ക് ചെയ്ത് ഓരോ മൂവ്സും ചെയ്യുന്നത് ക്ലോസ്ലി മെന്റേഴ്സിന്റെ ഒരു വാച്ചിങ് ഉണ്ടായിട്ട് അവരുടെ കറക്റ്റ് ഫീഡ്ബാക്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് പഠിക്കും. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിമോട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള യൂട്യൂബ് കോഴ്സസ് ഒക്കെ നോക്കി പഠിക്കുമ്പോൾ they can definitely make to becoming a designer, but it will take time. അവർ അതിനകത്ത് മിസ്റ്റേക്സ് വരുത്തി ആ മിസ്റ്റേക്സ് പിന്നെ വേറെ ഏതെങ്കിലും ഡിസൈനേഴ്സ് അവർക്ക് ആ ഫീഡ്ബാക്ക് കൊടുത്ത് അങ്ങനെ കറക്റ്റ് ചെയ്ത് അവർക്ക് ഒരു റിയൽ ഡിസൈനറായി മാറാൻ ഒരുപാട് ടൈം എടുക്കുമായിരിക്കും. ബട്ട് ഇത് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ്. കാരണം ഒരു എക്സ്പേർട്ട് മെന്റേഴ്സ് അവരുടെ കൂടെ നിന്ന് തന്നെ അവർ ചെയ്യുന്ന വർക്ക്സിന് ഉടനടി തന്നെ റെസ്പോൺസ് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് മോർ കൺവീനിയൻറ്റ്.